അങ്ങനെ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസം ബാക്കിയുള്ളവരെല്ലാം എണീക്കുന്നതിന് മുന്നേ എണീറ്റിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഉറക്കം എണീറ്റപ്പം തന്നെ പല്ല് പോലും തെക്കാണ്ട് ഒരു കട്ടൻ. അത് കഴിഞ്ഞ് നേരെ റിസോർട്ടിലെ പൂളിന്റെ അടുത്തേക്ക് വിട്ടു. പൂളിന്റെ അടുത്ത് നോക്കിയാൽ തൊട്ടപ്പുറത്തുള്ള ബാണാസുര സാഗർ കാണാം. അങ്ങനെ അതും നോക്കി നിന്ന് കാല് കുഴഞ്ഞപ്പോ തൊട്ടപ്പുറത്തുള്ള ഊഞ്ഞാൽ കയറിയിരുന്ന രണ്ടാട്ടം. കുറച്ച് കഴിഞ്ഞപ്പോ ഒറ്റയ്ക്കിരിക്കുന്ന എനിക്ക് കമ്പനി തരാനായിട്ട് ഒരു ഡോഗേഷ് ബൈ വന്ന്. ആശാന റിസോർട്ടിലെ സ്ഥിരം മെമ്പറാണെന്ന് തോന്നുന്നു. ആള് നല്ല ഫ്രണ്ട്ലി ആയിരുന്നേ. അതിനങ്ങനെ കളിപ്പിച്ചിരിക്കുന്ന സമയത്ത് റിസോർട്ടിലെ സ്റ്റാഫ് വന്നിട്ട് മിനി ട്രക്കിങ്ങിന് പോവാന്ന് പറഞ്ഞു. ബോസിന്റെ കയ്യിൽ പഴയ നല്ല കുറച്ച് ഹിന്ദി പ്ലേലിസ്റ്റ് ഉണ്ട്. അതും പ്ലേ ചെയ്ത് മുന്നിൽ അങ്ങനെ നടക്കുക. ഇയാളിപ്പോ എന്ത് കാണിക്കാനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നുള്ള ക്യൂരിയോസിറ്റിയിൽ പുറകെ ഞങ്ങളും അങ്ങനെ വെച്ച് പിടിച്ച്. ട്രിപ്പിലുണ്ടായിരുന്ന ബാക്കി മെമ്പേഴ്സ് എല്ലാം തലേന്നത്തെ പരിപാടിയും കഴിഞ്ഞ് നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേരെ അപ്പം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേറെ കുറച്ച് പേര് ഞങ്ങൾക്ക് ഗൈഡിന്റെ ആവശ്യമൊന്നുമില്ല, ഒറ്റയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് പുറകെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായോ എന്തോ അങ്ങനെ പോയി ഒരു 5-10 മിനിറ്റ് നടന്നതിന് ശേഷം നമ്മുടെ ഗൈഡ് ബ്രോ ഒരു വിജൃംഭിച്ച ഗേറ്റ് അങ്ങോട്ട് തുറന്നു. അതങ്ങോട്ട് കയറി ചെല്ലുന്നത് ബാണാസുര സാഗറിന്റെ ഒരു കരയിലേക്ക്. സംഭവം എന്തായാലും കൊള്ളാം. പക്ഷെ ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ആ വെയിലൊന്നുമില്ലാതെ അവിടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോഴും ഇവനൊക്കെ ചക്ക വെട്ടിട്ട പോലെ കടന്നുറങ്ങുന്നത്. അങ്ങനെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പതുക്കെ റൂം വെക്കേറ്റ് ചെയ്ത് തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് നമ്മളെയും കൂടെ ഒന്ന് മെയിൻ ആക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നു. ഇത് കൂടുതൽ ഇവരൊക്കെ മെയിനാക്കാൻ വേറൊരു വഴിയും കാണുന്നില്ല. അവസാനം അങ്ങനെ റിസോർട്ടോട് ബായ് പറഞ്ഞ് ജീപ്പ് കയറിയിട്ട് താഴെ നിർത്തിയിട്ട് ഞങ്ങൾ ബസ്സിന്റെ അടുത്തേക്ക് പോവാം. സമയം ഓൾമോസ്റ്റ് ഉച്ചയായതുകൊണ്ട് ബസ് നേരെ പോയത് ഞങ്ങളുടെ ലഞ്ച് സ്പോട്ടിലേക്കാണ്. അങ്ങനെ മന്തി കുത്തിക്കയറ്റി വയറ് നല്ല ദമ്മാക്കിയിട്ട് പിന്നെയും ബസ്സിലേക്ക് പോയി. ബസ് കയറിയപ്പോഴോ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ. അങ്ങനെ ആ മൂടൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി നമ്മുടെ ഫൗണ്ടർ തന്നെ കളത്തിലിറങ്ങി. പിന്നെ അങ്ങോട്ട് തിരിച്ചെത്തുന്നത് വരെ ഇങ്ങനെയായിരുന്നു.